ഇന്ന് നമ്മൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് സന്ധിവാതം. വിവിധ തരത്തിലുള്ള സന്ധിവാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, അവയുടെ ലക്ഷണങ്ങൾ, സാധ്യമായിട്ടുള്ള കാരണങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സന്ധിവാതം എന്താണെന്ന് നമുക്ക് നോക്കാം. സന്ധിവാതം എന്നാൽ സന്ധികളുടെ വീക്കം എന്നാണ് അർത്ഥം. വേദന, കാഠിന്യം, വീക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന സന്ധികളെ ബന്ധിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൈമുട്ട്, വിരലുകൾ അല്ലെങ്കിൽ കാൽമുട്ട് പോലുള്ള രണ്ട് അസ്ഥികൾ കൂടി ചേരുന്നതാണ് സന്ധികൾ. സന്ധിവാതത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ വേദന, കാഠിന്യം, പരിമിതമായിട്ടുള്ള ചലനശേഷി, സന്ധികളിലും ചുറ്റുമുള്ള ടിഷ്യൂകളിലുമുള്ള വീക്കം എന്നിവയൊക്കെയാണ്. സന്ധിവാതം പലതരത്തിലുണ്ട്. നമുക്ക് ഏകദേശം 100-ലധികം എന്ന് വേണമെങ്കിലും പറയാം. അതിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള തരങ്ങളിൽ പെടുന്നവയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഫൈബ്രോമയാൽജിയ, സന്ധികളെയും ഒന്നിലധികം അവയവങ്ങളെയും ബാധിക്കുന്ന ലൂപ്പസ്, 16 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ജുവനൈൽ ആർത്രൈറ്റിസ് എന്നിവ മറ്റു തരങ്ങളിൽ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് സന്ധിവാതത്തിൻ്റെ അല്ലെങ്കിൽ ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന്, നമ്മുടെ സന്ധികളിൽ വേദനയുണ്ടാവും. ചിലപ്പോൾ മിതമായിട്ടുള്ളത് മുതൽ കഠിനമായിട്ടുള്ളത് വരെ ഉണ്ടാവാം. ഇനി നമുക്ക് സന്ധികളിൽ നല്ല കാഠിന്യം തോന്നും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചലനത്തിന് വരെ പരിധി കുറയുന്നതായിട്ട് തോന്നാം. ചിലപ്പോൾ നമ്മുടെ സന്ധികളിൽ വീക്കമുണ്ടാവാം. സ്പർശനത്തോടുള്ള ആർദ്രത അല്ലെങ്കിൽ സംവേദനക്ഷമതയുണ്ടാവാം. സന്ധിവാതമുള്ള ആളുകൾക്ക് അവരുടെ സന്ധികൾക്ക് ചുറ്റുമുള്ള ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം നോക്കിയിട്ടും അത് കണ്ടെത്താം. സന്ധികൾക്ക് ചുറ്റുമായിട്ട് ചുവപ്പ് നിറം കാണപ്പെടാം അല്ലെങ്കിൽ നീര് കാണപ്പെടാം. ചില ആളുകൾക്ക് അവരുടെ സന്ധികൾക്ക് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ സന്ധികളോട് ചേർന്ന് ചൂട് അനുഭവപ്പെടാം. ഇതൊക്കെ സന്ധിവാതത്തിൻ്റെ അടയാളമായിട്ട് നമുക്ക് കരുതാം. ഇനി സന്ധിവാതം ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. പ്രായമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണിത്. സന്ധികളിലെ എല്ലുകളുടെ അറ്റങ്ങൾ കുഷ്യൻ ചെയ്യുന്ന തരുണാസ്ഥിയിലെ തേയ്മാനം മൂലമാണ് ഇതുണ്ടാകുന്നത്. കാലക്രമേണ ഈ കേടുപാടുകൾ അസ്ഥിയിൽ നേരിട്ട് അസ്ഥി പൊടിക്കുന്നതിനും വേദനയ്ക്കും പരിമിതമായിട്ടുള്ള ചലനത്തിനുമൊക്കെ കാരണമാകും. സംയുക്ത പരിക്കുകൾ അല്ലെങ്കിൽ അണുബാധകൾ ഈ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യും. ഇനി അടുത്തത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം ജോയിൻ ക്യാപ്സ്യൂളിൻ്റെ പാളിയെ തെറ്റായി ക്രമീകരിക്കുകയും വീക്കം ഉണ്ടാക്കുകയും ചെയ്യും. ഈ വീക്കം ഒടുവിൽ സന്ധിക്കുള്ളിൽ തരുണാസ്ഥികളെയും അസ്ഥികളെയൊക്കെ നശിപ്പിക്കും. ഇതാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ടായാലും സന്ധിവാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധകൾ, COVID-19 ഉൾപ്പെടെ പലതും വൈറൽ ആർത്രൈറ്റിസിന് കാരണമാകും. ചിലപ്പോൾ പ്രത്യേകിച്ച് വ്യക്തമായിട്ടുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെയും ആർത്രൈറ്റിസ് ഉണ്ടാകാം. അതിനെ ഡോക്ടേഴ്സ് ഇഡിയോപാത്തിക് ആർത്രൈറ്റിസ് എന്നാണ് പറയുന്നത്. ആർത്രൈറ്റിസ് ആരെയും ബാധിക്കാം. എന്നാൽ ചില പ്രത്യേക ഘടകങ്ങൾ ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രായമാകുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും. സ്ത്രീകളിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഫൈബ്രോമയാൾജിയ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം പുരുഷന്മാർക്ക് സന്ധിവാതത്തിനുള്ള സാധ്യത കൂടുതലാണ്. ആർത്രൈറ്റിസ് ഉള്ള മാതാപിതാക്കളോ സഹോദരങ്ങളോ ഉള്ള ആളുകൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമിതവണ്ണം നമ്മുടെ സന്ധികളിൽ, പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക്, ഇടുപ്പിന്, നട്ടലിനൊക്കെ അധിക സമ്മർദ്ദം ഉണ്ടാക്കും. അങ്ങനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സാധ്യത വർദ്ധിപ്പിക്കാൻ കാരണമാകും. സ്പോർട്സിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ജോയിൻറ്റിനൊക്കെ ഉണ്ടാകുന്ന പരിക്കുകൾ പിന്നീട് ജീവിതത്തിൽ ജോയിൻ്റ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് കാരണമാകാം. അതുപോലെ മറ്റൊരു കാരണമാണ് പുകവലി. റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും നിലവിലുള്ള ആർത്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളെ വഷളാക്കുകയും ചെയ്യും. ചില അണുബാധകൾ സന്ധികളിൽ വീക്കം ഉണ്ടാക്കാറുണ്ട്. അതും സന്ധിവാതത്തിലേക്ക് നയിക്കാം. ആവർത്തിച്ചുള്ള സംയുക്ത സമ്മർദ്ദം അല്ലെങ്കിൽ ചില വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കമൊക്കെ ചില ജോലി സംബന്ധമായിട്ടുള്ള ചില ആളുകളിൽ സന്ധിവാതത്തിന് സാധ്യത വർദ്ധിപ്പിക്കും. ഇനി ആർത്രൈറ്റിസിൻ്റെ രോഗനിർണയം എങ്ങനെയാണ് നമുക്ക് നോക്കാം. സമാനമായ രോഗലക്ഷണങ്ങളുള്ള 100-ലധികം വ്യത്യസ്ത തരങ്ങൾ ആർത്രൈറ്റിസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസിൻ്റെ രോഗനിർണയം വെല്ലുവിളി നിറഞ്ഞതാണ്. കൃത്യമായ രോഗനിർണയം നടത്താൻ ഓർത്തോപീഡിക് ഡോക്ടർമാരുടെ സമഗ്രമായ ഒരു പഠനം തന്നെ വേണം. അതിനായിട്ട് ആ ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കണം. മുൻകാല രോഗങ്ങൾ, പരിക്കുകൾ, സന്ധിവേദനയുടെ കുടുംബചരിത്രം, നിലവിലുള്ള മരുന്നുകൾ എന്നിവയെക്കുറിച്ചൊക്കെ ചോദിച്ച് ഡോക്ടർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വേദനയുടെ സ്ഥാനം, ദൈർഘ്യം, തീവ്രത, അത് വഷളാക്കുന്നതോ ലഘൂകരിക്കുന്നതോ ആയിട്ടുള്ള ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രത്യേകിച്ചുള്ള ലക്ഷണങ്ങളും ഡോക്ടർ മനസ്സിലാക്കണം. ഇനി അടുത്തായിട്ട് നമ്മുടെ സന്ധികളിലുള്ള വീക്കം, ചുവപ്പ്, ചൂട് എന്നിവയ്ക്കായിട്ട് ഡോക്ടർ പരിശോധിക്കണം. രോഗിയുടെ ചലനശേഷിയും മൊത്തത്തിലുള്ള സംയുക്ത പ്രവർത്തനവും ഒക്കെ വിലയിരുത്തണം. ഇനി അതിനുശേഷം പല ലബോറട്ടറി ടെസ്റ്റുകളും ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നത് നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡികളുടെ എണ്ണം, നമ്മുടെ രക്തത്തിൻ്റെ അളവ്, അതുപോലെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ നിരക്ക്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് രക്തം പരിശോധിക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല, ജോയിൻറ്റ് ഫ്ലൂയിഡ് അനാലിസിസ്, ഇമേജിംഗ് ടെക്നിക്കുകളായിട്ടുള്ള എക്സ്റേ, MRI, CT സ്കാൻ, പിന്നെ ആർത്രോസ്കോപ്പി പോലുള്ള പല ടെസ്റ്റുകളും നടത്തിയിട്ടാണ് ഡോക്ടേഴ്സ് രോഗനിർണയം നടത്തുന്നത്. സന്ധിവാതത്തിന് ചികിത്സയില്ലെങ്കിലും സന്ധിവാതത്തിനുള്ള വിവിധ ഹ്രസ്വകാല, ദീർഘകാല പരിഹാരങ്ങൾ ഇതിനായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഈ അവസ്ഥയെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഹ്രസ്വകാല ചികിത്സകൾ പലതരത്തിലുണ്ട്. നമ്മുടെ വേദനയും വീക്കവും ലഘൂകരിക്കാനായിട്ട്
നോൺ സ്റ്റെറോയിഡിക്കൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ട് തെറാപ്പിയും കോൾഡ് തെറാപ്പിയും ഉണ്ട്. ജോയിൻറ്റ് ഇമ്മൊബിലൈസേഷനും മസാജും ഉണ്ട്. ടെൻസ് എന്നറിയപ്പെടുന്ന ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലൈസേഷൻ ഉണ്ട്. അക്യുപഞ്ചർ അല്ലെങ്കിൽ മെന്തോൾ അല്ലെങ്കിൽ ക്യാപ്സൈസിൻ അടങ്ങിയ ക്രീമുകൾ പോലുള്ള വിരുദ്ധ പ്രകോപനങ്ങളുടെ ഉപയോഗമുണ്ട്. ദീർഘകാല ചികിത്സകളുമുണ്ട്. റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ പുരോഗതി മന്ദഗതിയിലാക്കാനും സന്ധികളുടെ കേടുപാടുകൾ തടയാനും രോഗം പരിഷ്കരിക്കുന്ന ആൻറ്റി റൊമാറ്റിക് മരുന്നുകളുണ്ട്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, ഹൈലറോണിക് ആസിഡ് തെറാപ്പി, അങ്ങനെ പല ഓപ്ഷൻസും നമുക്കിന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് സർജറിയെ പോലും ആശ്രയിക്കേണ്ടതായിട്ട് വന്നേക്കാം. സന്ധിവാതം ശ്രദ്ധിക്കാതെ വിടുകയോ അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ സന്ധിവാതം വിവിധ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. സന്ധിവാതം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള അസ്ഥികൾക്ക് വീക്കം, തരുണാസ്ഥി, അതുപോലെ തന്നെ നമ്മുടെ ടെൻഡോൺസ് എന്നിവയ്ക്കൊക്കെ സ്ഥിരമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ശ്വാസകോശം, ഹൃദയം, കണ്ണുകൾ, രക്തക്കുഴലുകൾ എന്നിവയുൾപ്പെടെ മറ്റ് ശരീരഭാഗങ്ങളിൽ വീക്കമുണ്ടാക്കും. അങ്ങനെ ഉണ്ടായാൽ ഇത് പിന്നീട് പ്ലൂറിസി, പെരികാർഡിറ്റിസ്, സ്ക്ലെറിറ്റിസ്, വാസ്കുലിറ്റിസ് തുടങ്ങിയ നിരവധി അവസ്ഥകളിലേക്ക് നയിക്കും. ഇനി റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കോംപ്ലിക്കേഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഈ അവസ്ഥ മീഡിയൻ നെർവ് കംപ്രഷൻ മൂലം കൈകളിൽ വേദന, മരവിപ്പ്, ഇക്കിളി എന്നിവയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവരിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖ സാധ്യത വർദ്ധിക്കും. ഇത് ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന പ്രശ്നങ്ങളിലേക്കും ഹൃദയാഘാതങ്ങൾക്കും സ്ട്രോക്കുകൾക്കുമൊക്കെ കാരണമായേക്കാം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് നട്ടെല്ലിനെ ബാധിക്കുന്ന ഗുരുതര അവസ്ഥയായ സെർവിക്കൽ മെലോപ്പതിയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നേക്കാം. ചിലരിൽ സന്ധിവാതം ദൈനംദിന ജോലികൾ ചെയ്യാനുള്ള ആ ഒരു വ്യക്തിയുടെ കഴിവിനെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് 3 ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ ഈ ലക്ഷണങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പലതവണയായിട്ട് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ വേദന ഒന്നിലധികം സന്ധികളെ ബാധിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സന്ധികളിൽ കഠിനമായിട്ട് വേദന ഉണ്ടാകുന്ന സമയത്തോ നമ്മൾ കുറച്ച് വിശ്രമിച്ചതിന് ശേഷം വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സന്ധിവാതം എല്ലായ്പ്പോഴും തടയാൻ കഴിയില്ലെങ്കിലും പ്രായമാകുമ്പോൾ വേദനാജനകമായിട്ടുള്ള സന്ധികൾ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നിലനിർത്തുക എന്നുള്ളതാണ്. സന്ധിവാതം തടയുന്നതിൽ പതിവായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നത് പ്രധാന പങ്ക് വഹിക്കും. നമ്മുടെ സന്ധികൾക്ക് ചുറ്റുമുള്ള പേശികളെ ശക്തിപ്പെടുത്തുകയും അവയെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ നമുക്ക് തേയ്മാനത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നടത്തം അല്ലെങ്കിൽ നീന്തൽ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, സ്ട്രെച്ചിങ്, തായ്ചി പോലുള്ള ബാലൻസ് എക്സസൈസസ് അങ്ങനെ പലതും നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്തോ സ്പോർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ നമ്മൾ ശരിയായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. പുകവലി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പുകവലി ഒഴിവാക്കുന്നത് റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന് സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും. പ്രമേഹം, ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. സന്ധിവാതം എല്ലായ്പ്പോഴും തടയാൻ കഴിയില്ലെങ്കിലും അപകട സാധ്യത കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ നമുക്ക് സാധിക്കും. ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തുക, അതുപോലെ തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മുടെ പുകവലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ കുറയ്ക്കുക, അസുഖങ്ങൾ വരാതെ നോക്കുക. ഇതൊക്കെ നമ്മളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.